ഈ വീഡിയോയിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്നത് വരയ്ക്കാനുള്ള ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ മെത്തേഡ് കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ ഇതേ പ്രോബ്ലം നിങ്ങൾക്ക് സാധാരണമാതിരി മെത്തേഡ് ഓഫ് സെക്ഷൻസ് എടുത്തിട്ട് ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിക്കാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് എപ്പോഴും ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ എൻഡ് എ എന്നുള്ള എൻഡ് തുടങ്ങിയിട്ട് വേണം റൈറ്റ് സൈഡിലേക്ക് ഡിയിലേക്ക് പോകാൻ. സോ ലെഫ്റ്റ് ടു റൈറ്റ് സൈഡാണ് എപ്പോഴും ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കേണ്ടത്. സോ ഈ ഒരു കേസിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സപ്പോർട്ട് റിയാക്ഷൻസ് അറ്റ് എൻഡ് എ. ഈ എൻഡ് എയിൽ ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. സോ എൻഡ് എയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിക്സഡ് സപ്പോർട്ടാണ്. സോ ഫിക്സഡ് സപ്പോർട്ട് മീൻസ് ഇറ്റ് ഈസ് the movement of horizontal movement, vertical movement and rotation. All three types of movements are prevented or restricted. So there will be these three reactions will develop. അതായത് നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് പ്രിവെന്റഡ് ആണ്. സോ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. ഹൊറിസോണ്ടൽ റിയാക്ഷൻ സപ്പോസ് ഞാൻ അതിനൊരു എച്ച് എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. ദിസ് ഈസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ അറ്റ് എ എച്ച് എ. ദെൻ വേർട്ടിക്കൽ, ഈ ഫിക്സഡ് ഇതായതുകൊണ്ട് ഇതിന് വേർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. സോ ഞാൻ അതിനൊരു വി എന്ന് പേര് കൊടുത്തു. ദെൻ ഇതിന് റൊട്ടേഷനും പോസിബിൾ അല്ല, റൊട്ടേഷനും പ്രിവെന്റഡ് ആണ്. സോ ദർ വിൽ ബി മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ആണ്. ഇതെല്ലാം ഡൗൺവേർഡ് ഫോഴ്സ്, ഡൗൺവേർഡ് ലോഡ്സ് ആയതുകൊണ്ട് എല്ലാ മൂവ്മെൻറ്റും ഉണ്ടാവുക ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, സോ ഞാനിവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റും മാർക്ക് ചെയ്തു എം അറ്റ് എൻഡ് എ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആർബിട്രലി ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്താൽ മതി. ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം. ഇവിടെ എല്ലാ ലോഡും ഡൗൺവേർഡ് ആണ്. ഈ ലോഡിനെ കൊണ്ട് ഈ പോയിന്റിൽ ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ആണ് ഉണ്ടാവുക. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. സോ ഞാനൊരു ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ്, റിയാക്ഷനിൽ ഒരു ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് അസ്യൂം ചെയ്തു. അഗെയിൻ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് വരയ്ക്കാനുള്ളത്. ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലും വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് നമുക്ക് ആവശ്യം. ഓക്കെ, സോ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ ഈ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാ ലോഡും പ്യുവർ വെർട്ടിക്കൽ ആണ്. സോ ഇൻക്ലൈൻ ലോഡോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡോ എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രമേ എച്ച് ഐക്ക് ഒരു വാല്യൂ ഉള്ളൂ. അല്ലെങ്കിൽ ഈ എച്ച് ഐ എന്നുള്ള ടേം 0 ആയി പോകും. സോ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇവിടെ രണ്ട് റിയാക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഒന്ന് വി എ എന്നുള്ള വെർട്ടിക്കൽ റിയാക്ഷനും എം എ എന്നുള്ള ഈ ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് അത് കണ്ടുപിടിക്കണം, സപ്പോർട്ട് റിയാക്ഷൻ. സോ സപ്പോർട്ട് റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ പോലെ സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0 എടുക്കാം. സോ സിഗ്മ എഫ് വൈ ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ എന്ത് വരും? വി എ ഈസ് ഈക്വൽ ടു, വി എ മാത്രമേ അപ്വേർഡ് ഫോഴ്സ് ഉള്ളൂ. സോ വി എ ഈസ് ഈക്വൽ ടു 4 into 2, ദാറ്റ് ഈസ് 8. ദെൻ 20 ഡൗൺവേർഡ്, എല്ലാ ഡൗൺവേർഡ് ഫോഴ്സും കൂടി സം ചെയ്താൽ 20, ദെൻ പ്ലസ് 10. സോ 38 എന്ന് വരും. സോ ദ വാല്യൂ ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻ ഈസ് 38 kN. ഓക്കെ, ഇവിടെ 38 എന്ന് നോട്ട് ചെയ്ത് വെക്കുക, kN. Now consider the moment with respect to the point A is equal to 0. എയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇവിടുത്തെ എല്ലാ സം ഓഫ് മൂവ്മെൻറ്റ്, എയിൽ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റിൻ്റെയും സമ്മ് കണ്ടുപിടിക്കും. സോ എ എന്നുള്ള പോയിന്റ് എടുക്കുമ്പം വി എ എന്നുള്ള റിയാക്ഷന് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് പാസിങ് ത്രൂ പോയിന്റ് എ.
ബട്ട് ഇവിടെ ഈ പോയിന്റ് എനെ ബേസ് ചെയ്തിട്ട് ഒരു റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. അതിന് നമ്മൾ കൊടുത്ത പേര് MA ആണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പോസിറ്റീവായിട്ട് എടുക്കുക. ദെൻ ഈ 4 കിലോ ന്യൂട്ടൺ മീറ്ററിനെ കൊണ്ട് ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റ്, ഈ 4 കിലോ ന്യൂട്ടൺ മീറ്ററിന് പകരം നമുക്ക് ഒരു പോയിന്റ് ലോഡ് ആക്കി എടുക്കുകയാണെങ്കിൽ ദ വാല്യൂ വിൽ ബി 8. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 മീറ്റർ ആയിരിക്കും. സോ ദ ടോട്ടൽ മൂവ്മെൻറ്റ് വിൽ ബി 8 into 1 in clockwise direction. So minus 8 into 1. Then അടുത്തത് 20 into ഈ 20 into ഈ ഡിസ്റ്റൻസ് 3 meter. 20 into 3. Check the rotation. Rotation is in clockwise direction. So again minus. Then finally 10 into 5. Total distance 2 plus 1 plus 2. So 5. 10 into 5 again clockwise direction. So minus 10 into 5. This will be sum of moment will be equal to 0. So MA is equal to 8 plus 60 plus 50. So 118 kilonewton meter എന്ന് വരും. The unit is kilonewton meter. So MA ന്റെ വാല്യൂ 118 kilonewton meter. ഇതാണ് MA ന്റെ വാല്യൂ. ഓക്കെ, ഇത് ഞാൻ ഫ്രീ ബോഡി ഡയഗ്രാം ആക്കിയിട്ട് മാറ്റി വരയ്ക്കുന്നില്ല. ശരിക്കും ഇവിടെ സപ്പോർട്ട് ഈ സപ്പോർട്ട് ഒഴിവാക്കിയിട്ട് ഈ സാധനങ്ങളാണ് കാണിക്കേണ്ടത്. ഞാൻ വരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ ഡയഗ്രത്തിൽ തന്നെ ഗീവൺ പിക്ചറിൽ തന്നെ എല്ലാ ഫോഴ്സും മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ സപ്പോർട്ട് റിയാക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചു തുടങ്ങാം. വരയ്ക്കുന്നതിന് മുമ്പ് ഈ ദ ഓർഡർ ഓഫ് ലൈൻസ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇപ്പോൾ ഒരു ഫിഗറിൽ പോയിന്റ് ലോഡ് ആണെങ്കിൽ നെക്സ്റ്റ് ഫിഗറിൽ അതിന് കറസ്പോണ്ടിങ് സെക്ഷനിൽ ഹൊറിസോണ്ടൽ ലൈൻ ആണ് വരിക. ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ നെക്സ്റ്റ് ഫിഗറിൽ ഇൻക്ലൈൻ ലൈൻ ആയിരിക്കും വരിക. ഇനി ഇൻക്ലൈൻ ലൈൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് ഫിഗറിൽ പരാബോളിക് കർവ് ആയിരിക്കും വരിക. ദെൻ പരാബോളിക് കർവാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അടുത്ത ഡയഗ്രാം അതിൽ ക്യൂബിക്കൽ കർവ് ആയിരിക്കും വരും. സോ ഫസ്റ്റ് ഇതാണ് ഡയഗ്രത്തിൻ്റെ ഓർഡർ. ഫസ്റ്റ് ലോഡ് ഡയഗ്രാം, ദെൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ദെൻ ഫൈനലി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പം ഈ ഒരു പാറ്റേണും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, നൗ വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സ്റ്റാർട്ട് ഫ്രം എൻഡ് എ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻഡ് എയിൽ നോക്കുമ്പം VA ഒരു 38 കിലോ ന്യൂട്ടൺ ഉണ്ട്. എയിൽ തന്നെ അപ്വേർഡ് ഡയറക്ഷൻ ആണ്. സോ മേലോട്ട് 38 കിലോ ന്യൂട്ടൺ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുക. ഈ വാല്യൂ 38 ഇവിടെ എത്തി. ഓക്കെ, ദെൻ ഫ്രം A to B ഒരു ഹൊറിസോണ്ടൽ ലോഡാണ്. ഇതേ പാറ്റേണിലുള്ള ലോഡാണ്. UDL മീൻസ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ലോഡ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഓവർ എ സ്പാൻ ഓഫ് 2 മീറ്റർ. ഓക്കെ, സോ ഈ ഒരു AB എന്നുള്ള സെക്ഷനിൽ വരുന്ന ലൈനിൻ്റെ ഷേപ്പ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ലൈനിൻ്റെ ഷേപ്പ് ഇൻക്ലൈൻഡ് ആയിരിക്കും. സോ A to B ഇവിടെ വരുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് ഇൻക്ലൈൻ ലൈനാണ്. ഇനി അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4 into 2. ബിയിലെത്തുമ്പം പോയിന്റ് A എന്ന് തുടങ്ങി ഇപ്പോൾ നമുക്ക് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് 38 ഉണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു മീറ്റർ പോകുമ്പം 38 നിന്ന് ഒരു 4 മൈനസ് ചെയ്യും, 34 ആവും. ദെൻ അടുത്ത 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പം 34 നിന്ന് ഒരു 4 പോയി 30 ആവും. ഓക്കെ, ടോട്ടൽ 2 മീറ്റർ ആണ്. സോ ആദ്യത്തെ 1 മീറ്ററിൽ 34 ആയി, ദെൻ അടുത്തതിൽ 30 ആവും. ഇങ്ങനെ താഴത്തേക്ക് ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് ഈ ടോട്ടൽ ഇതൊന്ന് മൈനസ് ചെയ്ത് പോകും. സോ ബിയിലെത്തുമ്പോഴേക്കും ഫൈനൽ ടോട്ടൽ 8 ആണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. സോ 8 റെഡ്യൂസ് ചെയ്യുമ്പം ബാക്കി ബിയിലെത്തുമ്പം ഇവിടുത്തെ ഇത് 30 ഉണ്ടാവുള്ളൂ. 8 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിലെ വാല്യൂ ഈ വാല്യൂ ഒരു 30 കിലോ ന്യൂട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. 8 കിലോ ന്യൂട്ടൺ റെഡ്യൂസ് ആയി, 38 നിന്ന് 8 പോയി. ദെൻ ഈ രണ്ട് പോയിന്റും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. സോ ഇതാണ് A to B ഉള്ള ഡയഗ്രത്തിൻ്റെ ഷേപ്പ്. ദെൻ B to C വേറെ ലോഡൊന്നുമില്ല. സോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈന് വരും. ദെൻ സിയിലെത്തിയപ്പം ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിൽ 20 കൂടി വന്നു. അതായത് ഈ 30 നിന്ന് ഒരു 20 പോയി. സോ 30 നിന്ന് ഒരു 20 ഡൗൺവേർഡ് ഡയറക്ഷനിൽ വന്നു. സോ റിമൈനിങ് 10 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു പോയിന്റ് റെഫറൻസ് ലൈൻ എന്നുള്ള പോയിന്റ് 10 ആയിരിക്കും. റെഫറൻസ് ലൈൻ സി എന്നുള്ള ഈ പോയിന്റിൽ നിന്ന് ഈ ഡയഗ്രത്തിലേക്കുള്ള ഈ ഹൈറ്റ് 10 ആയിരിക്കും. ഈ ഹൈറ്റ്
സോ 10-ലെത്തി. ദെൻ സി ടു ഡി വേറെ ലോഡൊന്നുമില്ല. സോ സി ടു ഡി ഒറിസോണ്ടൽ, സി ടു ഡി ഒറിസോണ്ടൽ ലൈനായിട്ട് മൂവ് ചെയ്യും. ഒറിസോണ്ടൽ ലൈൻ ഡിയിലെത്തി. ദെൻ ഇവിടെ ഡിന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിൽ 10 ഉണ്ട്. സോ താഴത്തേക്ക് 10 വരും. കറക്റ്റ് 0-ൽ തന്നെ തിരിച്ചെത്തി, അല്ലെങ്കിൽ ബീമിൽ തന്നെ തിരിച്ചെത്തി. സോ നമ്മൾ ചെയ്ത സപ്പോർട്ട് റിയാക്ഷൻസും എല്ലാം കറക്റ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയത്. ഓക്കെ, സോ ദിസ് ദ ഷേപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി in order to find out the bending moment diagram, you have to find out the area inside the shear force diagram. ഈ ഓരോ സെക്ഷൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഇതെല്ലാം നമുക്ക് പോസിറ്റീവാണ് കിട്ടിയത്. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഷിയർ ഫോഴ്സ് എല്ലാ സെക്ഷനിലും പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. നൗ കാൽക്കുലേറ്റ് ദ ഏരിയ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെ ഒരു ട്രയാങ്കിളും റെക്റ്റാങ്കിൾ കോമ്പിനേഷനാണ്. സോ ഞാൻ ഇതിനെ ഒന്ന് 2 സെക്ഷനാക്കി, സിമ്പിൾ ഡയഗ്രം ആക്കി ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ദെൻ ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഈ ഹൈറ്റ് 30 ആണ്. 30 × 2, ഇത് ഏരിയ 60 എന്ന് വരും. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 60. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ ഹൈറ്റ് ഇത് 8 ആണ്. സോ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 2. സോ ഇതിൻ്റെ ഏരിയ 8 തന്നെ വരും. ഈ ഏരിയ 8 ആണ്. സോ ദ ടോട്ടൽ ഏരിയ ഈസ്, ഈ കമ്പൈൻഡ് ടോട്ടൽ സെക്ഷൻ്റെ ഏരിയ, നമുക്ക് ആവശ്യമുള്ള ഏരിയ 68 എന്ന് വരും. നോട്ട് ചെയ്ത് വെക്കാം. നൗ ദ നെക്സ്റ്റ് പോർഷൻ ബി ടു സി. ബി ടു സിയിൽ ലെങ്ത്ത് 1 മീറ്റർ ആണ്, ഈ ഹൈറ്റ് 30 ആണ്. സോ ഈ ഏരിയ ഡയറക്റ്റ് ആയിട്ട് 30 × 1 30 എന്ന് കിട്ടും. നൗ സി ടു ഡി. സി ടു ഡി ഏരിയ ഈസ്, ഹൈറ്റ് 10 ആണ്, ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. സോ 10 × 2 20 എന്ന് വരും. എല്ലാ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം സ്റ്റാർട്ട് ഫ്രം എൻഡ് എ എന്നുള്ള എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എൻഡ് എയിൽ നോക്കുമ്പം ഫസ്റ്റ് ഇവിടെ എൻഡ് എയിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യാൻ മറക്കരുത്. എൻഡ് എയിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ഉണ്ട്. സോ നമ്മളെ സൈൻ കൺവെൻഷൻ പ്രകാരം ഒരു സെക്ഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് പോസിറ്റീവ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് ആണ്. സോ ഇവിടെ അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കണം. സോ നമ്മുടെ ഡയഗ്രത്തിൽ പോസിറ്റീവ് മീൻസ് അപ്വേർഡ് ഡയറക്ഷനാണ്. സോ എപ്പോഴും നമ്മൾ ഓർമ്മിച്ചാൽ മതി, ക്ലോക്ക് നമ്മൾ വീട്ടിലൊക്കെ ക്ലോക്ക് ചുമരിൻ്റെ മുകളിലാണ് ഫിക്സ് ചെയ്യുക, കുറച്ച് ഹൈറ്റിലാണ് ഫിക്സ് ചെയ്യുക. സോ ആ ഒരു കൺസെപ്റ്റ് ഇമാജിൻ ചെയ്യാം. സോ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് മീൻസ് ഡയഗ്രത്തിൽ മേലോട്ട് അപ്പർ ഡയറക്ഷനിൽ എടുക്കണം ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിൽ. ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ, ഇപ്പം കൗണ്ടർ ഹോട്ടലിലൊക്കെ കൗണ്ടർ, ക്യാഷ് കൗണ്ടറൊക്കെ താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും ഫ്ലോറിലായിരിക്കും ഉണ്ടാവുക. സോ അത് താഴത്തേക്കാണ് വരയ്ക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് എയിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 118 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൊമെൻ്റ് ഉള്ളത്. സോ അത് നിങ്ങൾ വേർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ 118 കിലോ ന്യൂട്ടൺ മീറ്റർ എടുക്കുക. സോ ഈ പോയിന്റിൽ നിന്ന് ഒരു 118 ഡിസ്റ്റൻസ് എടുക്കുക. സപ്പോസ് ദിസ് ഈസ് 118. ഈ ഇതായിരിക്കും പോയിന്റ് എയിലുള്ള മൂവ്മെൻറ്റ്. സാധാരണ പോയിന്റ് എ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ബട്ട് ഇവിടെ ഒരു മൂവ്മെൻറ്റ് എയിൽ തന്നെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യണം. മൂവ്മെൻറ്റ് എവിടെ വരികയാണെങ്കിലും ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രത്തിൽ ഒരു വെർട്ടിക്കൽ ലൈന് വരും. അത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ മേലോട്ട് വരയ്ക്കുക, അപ്വേർഡ് ഡയറക്ഷനിൽ വരയ്ക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ താഴത്തേക്ക് വരയ്ക്കുക. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ താഴത്തേക്ക് വരയ്ക്കുക. സോ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടം വരെ എത്തി. ഇനി നെക്സ്റ്റ് എ ടു ബി എന്നുള്ള സെക്ഷനിൽ നമുക്കൊരു 68 ഏരിയ ആണുള്ളത്. സോ ഇതിനോടുകൂടി 68 പോസിറ്റീവ് ആയതുകൊണ്ട് മേലോട്ട് ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിലാണ് വരിക. സോ 118 നിന്ന് ഒരു 68 പോവും. സോ 118 മൈനസ് 68 ചെയ്യുകയാണെങ്കിൽ 118 മൈനസ് 68 ചെയ്യുകയാണെങ്കിൽ 50 എന്ന് വരും. സോ ഇവിടെ ബിയിലുള്ള വാല്യൂ ഒരു 50 ആണ്. സപ്പോസ് ഇതാണ് 50 എങ്കിൽ
ഇത് 50 ആണ്. ഓക്കെ, ഇനി ഇത് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കണം. ഇത് നമുക്ക് ഇവിടെ കിട്ടിയത് ഇൻക്ലൈൻ ലൈനാണ്. ഈ തൊട്ട് മുമ്പത്തെ ഡയഗ്രത്തിൽ ഇൻക്ലൈൻ ലൈനാണ്. ഇൻക്ലൈൻ ലൈന് വരികയാണെങ്കിൽ നെക്സ്റ്റ് ഡയഗ്രത്തിൽ അത് പരാബോളിക് കർവ് ആയിരിക്കും. സോ ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള പാത്ത് പരാബോളയാണ്. ഇനി അത് ഏത് ഷേപ്പിലാണ് വരിക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. പരാബോളേൻ്റെ കർവ് എങ്ങനെയായിരിക്കും, കർവേച്ചർ ഓഫ് പരാബോള എങ്ങനെയാണ് വരിക എന്നുള്ളതും കൂടി ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് അത് തമ്മിൽ ജോയിൻ ചെയ്യാം. സോ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് ലാർജ് ആണ്, ഇവിടെ ഇത്രയും ലോഡ് ഉണ്ട്. ലാർജ് വാല്യൂ നിന്ന് ഈ എൻഡിലേക്ക് എത്തിയപ്പം കുറഞ്ഞു വന്നു. സോ ഇവിടെ ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഈ ഒരു ഹൈറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്തിയപ്പോൾ അത്ര ഹൈറ്റ് ഇല്ല, ഹൈറ്റ് കുറഞ്ഞു. സോ ദ മൂവ്മെൻറ്റ് എന്ന് ബിയിലേക്ക് പോകുമ്പം ലാർജ് വാല്യൂന്ന് സ്മോൾ വാല്യൂയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ലാർജ് സ്ലോപ്പിൽ നിന്ന് സ്മോൾ സ്ലോപ്പിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ലാർജ് സ്ലോപ്പ് മീൻസ് വെർട്ടിക്കൽ, ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ആയിരിക്കണം. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ വെർട്ടിക്കൽ ലൈനിനോട് അടുത്ത് വരുമ്പോഴാണ് ലാർജ് സ്ലോപ്പ് വരിക. ഹൊറിസോണ്ടൽ സ്മോൾ സ്ലോപ്പ് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഹൊറിസോണ്ടൽ ആയിട്ട് മാറണത്. സോ ഈ ഷേപ്പ്, കർവിൻ്റെ ഷേപ്പ് എന്ത് വരും, നമുക്ക് ഇവിടെ നിന്ന് മേലോട്ടാണ് വരയ്ക്കാനുള്ളത്. സോ ഞാൻ ഈ ഒരു എൻഡിൽ നിന്ന് ഇവിടെ ലാർജ് സ്ലോപ്പ് വരണം. സോ ഇവിടുത്തെ കർവ് വെർട്ടിക്കൽ ലൈനോട് ക്ലോസ് ആയിട്ട് വരണം. ഇവിടെ എത്തുമ്പോഴേക്കും ഒറിസോണ്ടൽ ലൈനോട് ക്ലോസ് ആയിട്ട് വരണം. സോ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പം ഇങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും ഗ്രാഫ് ചേഞ്ച് ചെയ്യുക. ഇവിടെ ലാർജ് സ്ലോപ്പ്, കാരണം വെർട്ടിക്കൽ ലൈനോട് അടുത്താണ്. ഇവിടുത്തെ സ്ലോപ്പ് ഹൈ ആണ്, ഇവിടുത്തെ സ്ലോപ്പ് സ്മോൾ ആണ്. ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഒറിസോണ്ടലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ രണ്ട് പോയിന്റും തമ്മിൽ ഇങ്ങനെ ഒരു കർവ് വെച്ചിട്ട് ജോയിൻ ചെയ്യണം. സോ പാരാബോളിക് കർവ്, ഇത് പാരാബോളിക് കർവാണ്, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. സോ ഇവിടെ എത്തി, ബി എന്നുള്ള സെക്ഷനിലെത്തി. ദെൻ ബി ടു സി ഒരു മൂമെൻറ്റ് 30 എന്നുള്ളൊരു മൂമെൻറ്റും കൂടി അഡീഷണലി വരുന്നുണ്ട്, അതും പോസിറ്റീവാണ്. സോ ഇവിടെ നിന്ന് മേലോട്ട് വരണം. സോ ഇവിടെ നിന്ന് ഒരു 30 കൂടി വരുമ്പോൾ റിമൈനിങ് 20 ആണ് ഉണ്ടാവുക. സോ ഇവിടെ ഒരു 20 ഉണ്ടാവും. ഈ വാല്യൂ 20, 30 പോയി, 50 മേലോട്ട് പോകുമ്പോൾ 30 കുറഞ്ഞു വരും. സോ 20 എത്തി. ദെൻ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ബി ടു സി സ്ട്രെയിറ്റ് ലൈൻ ആണ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സെയിം സെക്ഷനിൽ ബി ടു സിയിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഡയഗ്രത്തിൽ ഇൻക്ലൈൻ ലൈൻ വരും. സോ ജോയിൻ ഈ പോയിന്റും ഈ 20 എന്നുള്ള പോയിന്റും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കിട്ടും. 20 ഇവിടെ എത്തി. നൗ ഫ്രം സി ടു ഡി, സി ടു ഡിന്ന് ഒരു 20 കൂടി വരും. സോ ഇവിടെ ഓൾറെഡി 20 ഉണ്ട്, അതൊന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് മേലോട്ടാണ് 20 വരിക. സോ 20 20 പോകുമ്പോൾ ഇവിടെ 0യിലാണ് എത്തുന്നത്. സോ നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, അതുകൊണ്ടാണ് 0യിൽ തിരിച്ചെത്തുന്നത്. നൗ ദ ഡയഗ്രാം, ഇത് ഒറിസോണ്ടൽ ആണ്. സോ ഇവിടെ കണക്ട് ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ സ്ട്രെയിറ്റ് ലൈൻ, ഈ 20 ഇവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പും അതിൻ്റെ വാല്യൂസും. ഇത് റെഫറൻസ് ലൈനിൻ്റെ താഴത്തായതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. സോ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും സ്ട്രെയിറ്റ് ലൈൻ ആണ്. വെറുതെ നോട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ, ഡയഗ്രാം വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് റെഫറൻസ് ലൈൻ, ഇവിടെ ഇതാണ് റെഫറൻസ് ലൈൻ. ഓക്കെ, ഇനി ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുക, ബാക്കി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. മെത്തേഡ് ഓഫ് സെക്ഷൻസ് വെച്ചിട്ട് എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ ഗ്രാഫിക്കൽ മെത്തേഡും കൂടി ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു മോഡ്യൂളിൽ, തേർഡ് മോഡ്യൂളിൽ പറയുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് മാർക്ക് ദ സാലിയൻ പോയിന്റ്സ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ ഇത് നല്ലോണം ഒന്ന് കെയർ എടുത്തിട്ട് പഠിക്കാം. താങ്ക് യു.